മാഷാ അല്ലാ, അൽഹംദുലില്ലാ. നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം പബ്ലിക്കിൻ്റെ മുന്നിൽ കാണിക്കുന്നത് അത്ര നല്ലതല്ല. ഈവിളായി ലൈഫിനെ എഫക്റ്റ് ചെയ്യും എന്നെല്ലാം അറിയാം. എന്നാലും ഈ ഒരു വീഡിയോ ഇല്ലെങ്കിൽ എൻ്റെ ചാനൽ പൂർണ്ണമാവില്ല. ഇതൊരു പൂർണ്ണതയ്ക്കുള്ള ശ്രമമാണ്. ഇതൊരു സമർപ്പണമാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി പരാതിയും പരിഭവവും കാണിക്കാതെ കലർപ്പില്ലാത്ത സ്നേഹവും കരുതലും കാണിക്കുന്ന എൻ്റെ ഇക്കാക്ക് വേണ്ടിയുള്ള സമർപ്പണം. ഉമ്മാൻ്റെ സ്നേഹവും സഹനവും എല്ലാവരും പാടും പറയും. ഉപ്പാൻ്റെ സ്നേഹവും സഹനവും കരുതലും പറയാനും ഓർക്കാനും പലപ്പോഴും നമ്മളെല്ലാം മറക്കാറുണ്ട്. കുഞ്ഞുനാളിലെ പല ഓർമ്മകളും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയതും അതുപോലെ കുഞ്ഞുനാളിലെ പല ഓർമ്മകളും നമ്മളിലോട്ട് മറ്റാരും പറഞ്ഞ് ഓർമ്മപ്പെടുത്താത്തതോ അല്ലെങ്കിൽ ആ കഥകൾ പറഞ്ഞു തരാത്തതോ ആ ഫോട്ടോസ് കാണാത്തതോ വീഡിയോസ് കാണാത്തതോ ഒക്കെ ആവാം ഒരു പക്ഷേ നമ്മളിൽ നിന്ന് ഇത്തരം മനോഹരമായ കാഴ്ചകൾ മാഞ്ഞു പോയത്. ഇന്നിപ്പോൾ എൻ്റെ മക്കൾക്ക് അവരുടെ ഉമ്മയും ഉപ്പയും അത്രമേൽ പ്രിയപ്പെട്ടതാണ്. ജീവിതമെന്ന തിരക്കേറിയ യാത്രയിൽ അവരും ഒരു പോയിന്റിൽ ഉപ്പാനോട് സംസാരം നിർത്തുന്ന മക്കളായി മാറിയാലോ, അല്ലെങ്കിൽ ഉപ്പാനോട് പറയാനുള്ളത് ഉമ്മ വഴി പറയുന്ന മക്കളായി മാറിയാലോ. ഓർമ്മയിൽ ഉപ്പൊരു ചൂടനും ശാഠ്യക്കാരനും ആവുന്നതിനു മുമ്പേ നിങ്ങളെ നെഞ്ചോട് ചേർത്തുറക്കി ഭക്ഷണം തന്ന് കളിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവിതവും സമയവും മാറ്റിവെച്ച ഒരു ഉപ്പയുണ്ടായിരുന്നു. ചോദിക്കുന്ന പലതും സാഹചര്യം ഒത്തുവന്നിട്ടില്ലെങ്കിൽ വാങ്ങിത്തരാൻ ബുദ്ധിമുട്ടാവുമ്പോൾ ഓർത്തുവെച്ച് പറ്റാവുന്ന അത്രയും പലപ്പോഴും അതിലധികവും സമ്മാനിച്ച ഒരു ഉപ്പയുണ്ടായിരുന്നു. ഓരോ പിറന്നാളിനും സമ്മാനങ്ങൾ പൊട്ടിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള മോൾക്ക് വേണ്ടി 4ഉം 5ഉം കവറിൽ രസകരമായ സമ്മാനങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒരു ഉപ്പയുണ്ടായിരുന്നു. വല്ല കുസൃതിയും ഒപ്പിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നും ചെറിയ അടിയൊക്കെ കിട്ടി കരയുമ്പോൾ നെഞ്ചോട് ചേർത്ത് കടയിൽ പോയി ബൈക്കിലൊന്ന് ചുറ്റിക്കറങ്ങി മിഠായിയൊക്കെ മേടിച്ച് തന്ന് രസകരമായി നിങ്ങളുടെ ആ ഒരു കരച്ചിൽ മാറ്റിത്തന്ന ഒരു ഉപ്പയുണ്ടായിരുന്നു. നല്ല പനിയൊക്കെ പിടിച്ച് ക്ഷീണിച്ച് കിടക്കുന്ന നിങ്ങൾക്ക് ഉപ്പാൻ്റെ നെഞ്ഞും കൂട് അന്നൊരു ബെഡായിരുന്നു. ആ കൈകൾ തട്ടി എത്രയോ ദിവസം നിങ്ങളെ രാവും പകലും ഉറക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ നിങ്ങളിനി എത്ര വളർന്നാലും എവിടെ പോയാലും നിങ്ങൾക്ക് കയറി വരാവുന്ന സ്നേഹത്തിൻ്റെ ഒരു വലിയ തണൽമരമാണ് നിങ്ങളുടെ ഉപ്പ. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ പല പോരായ്മകളും വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് നൽകിയത് അത്രയും അദ്ദേഹത്തിൻ്റെ ബെസ്റ്റായിരുന്നു. താങ്ക് യു ഇക്ക. താങ്ക് യു സോ മച്ച്.